ഡിയർ സ്റ്റുഡൻസ്, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ടുള്ള കുറച്ച് തിയറംസ് ആണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് തിയറം is let S be a finite set of vectors in a finite dimensional vector space V. If S spans V but is not a basis for V, then S can be reduced to a basis for V by removing appropriate vectors from S. And if S is a linearly independent set that is not already a basis for V, then S can be enlarged to a basis for V by inserting appropriate vectors into S. തിയറത്തിൽ പറയുന്നത് വി എന്ന ഒരു വെക്റ്റർ സ്പേസ് നമ്മൾ കൺസിഡർ ചെയ്യുന്നു. ഈ വെക്റ്റർ സ്പേസിൻ്റെ ഒരു സബ്സെറ്റ് ആണ് എസ് എന്ന് വിചാരിക്കാം. സ്പാൻ ഓഫ് എസ് വി ആണ് എന്ന് തന്നിട്ടുണ്ട്. ദെൻ സ്പാൻ ഓഫ് എസ് വി ആണെങ്കിൽ എസ് ഒരു ബേസിസ് ആവണമെങ്കിൽ എസ് ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് കൂടി ആയിരിക്കണം. ഇവിടെ സ്പാൻ ഓഫ് എസ് വി ആണ്, പക്ഷേ എസ് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് അല്ല എന്ന് വിചാരിക്കാം. ദെൻ എസ് ഇസ് നോട്ട് എ ബേസിസ് ഫോർ വി. പക്ഷേ വിയെ സ്പാൻ ചെയ്യാൻ എസ്സിന് കഴിയുന്നുണ്ടെങ്കിൽ എസ്സിൽ നിന്ന് കുറച്ച് എലമെൻറ്റ്സ് എടുത്ത് ഒഴിവാക്കി കഴിഞ്ഞാൽ നമുക്ക് എസ്സിനെ ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആക്കി മാറ്റിയിട്ട് ദാറ്റ് ബിക്കംസ് ദ ബേസിസ് ഓഫ് വി എന്ന രീതിയിൽ പറയാനാകും. അതായത് എസ്സിൻ്റെ ഉള്ളിൽ നമുക്ക് വിയുടെ ഒരു ബേസിസ് കണ്ടുപിടിക്കാനാകും എന്നാണ് ഫസ്റ്റ് റിസൾട്ട്. രണ്ടാമത്തെ റിസൾട്ടിൽ വരുന്നത് എസ് എന്ന സെറ്റ് സബ്സെറ്റ് ഓഫ് വി ആണ്, അത് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണ് എന്ന് വിചാരിക്കാം. പക്ഷേ അത് വിയുടെ ബേസിസ് അല്ല. ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആയിട്ട് വിയുടെ ബേസിസ് ആവാതിരിക്കാനുള്ള കാരണം എന്തായിരിക്കും? സ്പാൻ ഓഫ് എസ് ചെയ്താൽ വിയിലെ എല്ലാ എലമെൻസും ലഭിക്കുന്നില്ല എന്നർത്ഥം. അങ്ങനെയാണെങ്കിൽ ഈ എസ്സിലുള്ള എലമെൻസിനോട് കൂടി കുറച്ച് എലമെൻസ് കൂടെ ഇൻസേർട്ട് ചെയ്തിട്ട് നമുക്ക് വിയുടെ ഒരു ബേസിസ് ഉണ്ടാക്കിയെടുക്കാനാകും. അതാണ് രണ്ടാമത്തെ റിസൾട്ടിൽ പറയുന്നത്. സോ ലെറ്റ്സ് ഗോ ടു ദ പ്രൂഫ്. If S is a set of vectors that spans V but is not a basis for V, then S is linearly dependent set. S എന്ന് പറഞ്ഞാൽ വിയുടെ ഒരു സബ്സെറ്റ് വിയെ സ്പാൻ ചെയ്യുന്നുണ്ട്, പക്ഷെ അത് ബേസിസ് അല്ല എങ്കിൽ അതിനർത്ഥം ആ സെറ്റ് ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആണ് എന്നാണ്. എപ്പോഴാണ് നമ്മളൊരു സെറ്റിനെ ലീനിയർലി ഡിപ്പെൻഡൻറ്റ് സെറ്റാണെന്ന് പറയാം? അതിലുള്ള ഏതെങ്കിലും ഒരു വെക്റ്റർ മറ്റ് വെക്റ്റേഴ്സിൻ്റെ ലീനിയർ കോമ്പിനേഷനായിട്ട് നമുക്ക് എഴുതാനാവണം. Thus, some vector V in S is expressible as a linear combination of other vectors in S. By plus minus theorem, we can remove V from S and the resulting set S dash will still span V. Plus minus theorത്തിൽ നമ്മൾ പറഞ്ഞത് എസ് എന്ന ഒരു സെറ്റ് വിയെ സ്പാൻ ചെയ്യുന്നുണ്ട്. എസ്സിനുള്ളിലുള്ള ഒരു എലമെൻറ്റ് മറ്റ് എലമെൻസിലെ ലീനിയർ കോമ്പിനേഷനായിട്ട് നമുക്ക് എഴുതാൻ പറ്റുമെങ്കിൽ ആ എലമെൻറ്റ് ഒഴിവാക്കിയാൽ ലഭിക്കുന്ന സെറ്റും വിയെ സ്പാൻ ചെയ്യും. അപ്പോൾ ഇവിടെ എസ് ഡാഷ് എന്ന സെറ്റ് എസ്സിൽ നിന്ന് ഈ വി റിമൂവ് ചെയ്ത സെറ്റാണ്. ആ സെറ്റും വിയെ സ്പാൻ ചെയ്യുന്നുണ്ടാവും. ഇപ്പോൾ നമുക്ക് ലഭിച്ച എസ് ഡാഷ് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണെങ്കിൽ അതൊരു ബേസിസ് ആയിട്ട് മാറും. അപ്പോൾ നമ്മളുടെ പ്രൂഫ് കഴിഞ്ഞു. ഇനി എസ് ഡാഷും ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആണെന്ന് വിചാരിക്കാം. സോ നമുക്ക് ഇതേ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യാനാവും. അതായത് എസ് ഡാഷിലുള്ള ഏതോ ഒരു എലമെൻറ്റ് മറ്റ് എലമെൻറ്റ്സിൻ്റെ ലീനിയർ കോമ്പിനേഷൻ ആയിരിക്കും. അപ്പോൾ നമ്മൾ ആ എലമെൻറ്റ് എസ് ഡാഷിൽ നിന്ന് ഒഴിവാക്കുന്നു. പകരം ലഭിക്കുന്ന സെറ്റാണ് എസ് ഡബിൾ ഡാഷ് ദാറ്റ് വിൽ സ്റ്റിൽ സ്പാൻസ് എസ് ബൈ പ്ലസ് മൈനസ് തിയറം. ഈ പ്രോസസ്സ് നമ്മൾ കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഫൈനൈറ്റ് ലെവൽ കഴിയുന്ന സമയത്ത് നമുക്ക് ലഭിക്കുന്ന സെറ്റ് ഓൾറെഡി ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സെറ്റായിട്ട് മാറും. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? വിയുടെ ബേസിസ് എന്താണോ, ബേസിസിൽ എത്ര എലമെൻറ്റ്സ് ഉണ്ടോ, അതായത് വിയുടെ ഡയമെൻഷൻ എത്രയാണോ ആ നമ്പറിലേക്ക് എസ് റെഡ്യൂസ് ചെയ്ത് എത്തിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഇറ്റ് ബിക്കംസ് എ ബേസിസ്. കാരണം നമ്മൾ ഓൾറെഡി പ്രൂവ് ചെയ്തിട്ടുണ്ട്, ഒരു സെറ്റ് വിയെ സ്പാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ആ സെറ്റിൽ വിയുടെ ഡയമെൻഷനിലുള്ള അതേ നമ്പർ ഓഫ് എലമെൻറ്റ്സ് ആണ് ഉള്ളതെങ്കിൽ ദാറ്റ് ബിക്കംസ് എ ബേസിസ് ഓഫ് വി. ഓക്കെ, അതുപോലെ എസ്സിൽ നിന്ന് ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആയിട്ട് മാറാൻ കാരണമായ എലമെൻറ്റ്സ് ഒക്കെ നമ്മൾ എടുത്ത് ഒഴിവാക്കി കഴിഞ്ഞാൽ അവസാനം ഒരു ഫൈനൈറ്റ് സ്റ്റേറ്റിൽ എത്തുന്ന സമയത്ത് അതിൽ ഡയമെൻഷൻ ഓഫ് എസ് വി എത്രയാണോ അത്രയും എലമെൻറ്റ്സ് ആയിട്ട് മാറും. ആ സ്റ്റേജിൽ എന്ത് സംഭവിക്കും? ദാറ്റ് ഇസ് ലീനിയർലി ഇൻഡിപെൻഡൻറ്റ്. സോ ഇറ്റ് ബിക്കംസ് എ ബേസിസ് ഓഫ് വി. സോ വിയെ സ്പാൻ ചെയ്യുന്ന ഒരു സെറ്റ് ലഭിച്ചു കഴിഞ്ഞാൽ ആ സെറ്റിൽ നിന്ന് കുറച്ച് എലമെൻറ്റ്സ് ഒഴിവാക്കിയാൽ നമുക്ക് എന്ത് ലഭിക്കും? വിയുടെ ഒരു ബേസിസ് ലഭിക്കും. അതുപോലെ ഇനി നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകുന്നത് വിയുടെ ഡയമെൻഷൻ n ആണെന്ന് വിചാരിക്കാം. എസ് എന്നത് ഒരു ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സെറ്റാണ്, പക്ഷെ അത് ബേസിസ് അല്ല എന്ന് വിചാരിക്കാം. ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണ്, ബേസിസ് ആവാതെ ഇരിക്കണമെങ്കിൽ ആകെയുള്ള ഒരു സാധ്യത എസ് ഡസൻ സ്പാൻ വി, ദാറ്റ് ഈസ് എസ് ഫെയിൽസ് ടു സ്പാൻ വി. ഇനി വി എന്ന സ്പേസിനെ എസ് സ്പാൻ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം വിയിലുള്ള ഏതോ ഒരു എലമെൻറ്റ് സ്പാൻ ഓഫ് എസ്സിൽ ഇല്ല. So by plus minus theorem we can insert V into S
and the resulting set S dash will still be linearly independent. പ്ലസ് മൈനസ് തിയറത്തിലെ ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ പറഞ്ഞത് ഒരു ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സെറ്റ് എടുക്കുന്നു, ആ സെറ്റ് സ്പാൻ ചെയ്യുന്ന സെറ്റ് എടുത്തു. ആ സ്പാൻ ചെയ്യുന്ന സെറ്റിൽ ഇല്ലാത്ത ഒരു എലമെൻറ്റ് ഈ സെറ്റിനോട് കൂടി ചേർത്ത് കഴിഞ്ഞാൽ ആ സെറ്റ് വീണ്ടും ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് തന്നെ ആയിരിക്കും. സോ ഇവിടെ വി എന്ന് പറഞ്ഞ എലമെൻറ്റ് സ്പാൻ ഓഫ് എസിൽ ഇല്ലാത്ത ഒരു എലമെൻ്റ് ആണെങ്കിൽ ആ എലമെൻറ്റ് നമ്മൾ എസ്സിനോട് കൂടി ചേർത്ത് കഴിഞ്ഞാൽ എസ് അപ്പോഴും ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും. ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന സെറ്റ് എന്ന് പറയുന്നത് എസ് യൂണിയൻ സെറ്റ് വി ആണ്. സോ എസ്സും വിയും കൂടെ ചേർന്ന് കഴിഞ്ഞാൽ ക്യാപിറ്റൽ വി എസ് സ്പാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ എസ് ഡാഷ് ഒരു ബേസിസ് ആയിട്ട് മാറും. അപ്പോൾ നമ്മൾ പ്രൂഫ് കഴിഞ്ഞു. ഇനി ഈ എസ് ഡാഷും വി എസ് സ്പാൻ ചെയ്യുന്നില്ലെങ്കിലോ നമ്മൾ ഇതേ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യുന്നു. അതായത് എസ് ഡാഷിൻ്റെ സ്പാനിൽ ഇല്ലാത്ത ഒരു എലമെൻറ്റ്, അത് വിയിലുള്ള ഒരു എലമെൻറ്റ് എസ് ഡാഷിൻ്റെ സ്പാനിൽ വരുന്നില്ല എങ്കിൽ അത്തരം എലമെൻറ്റ് ചൂസ് ചെയ്യുന്നു, അത് എസ് ഡാഷിനോട് കൂടി കൂട്ടിച്ചേർക്കുന്നു. ദാറ്റ് സെറ്റ് ഇസ് എസ് ഡബിൾ ഡാഷ്. And if S double dash spans V, our proof is complete. Or repeat this process and finally we will get a set with n elements. Dimension of V n ആണ്. S എന്ന് പറഞ്ഞ ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സെറ്റ് വിത്ത് n എലമെൻറ്റ്സ് ആണ് എങ്കിൽ ഓട്ടോമാറ്റിക്കലി ഇറ്റ് ബിക്കംസ് എ ബേസിസ് എന്ന് നമ്മൾ പ്രൂവ് ചെയ്തിട്ടുണ്ട്. സോ നമ്മൾ ഇതുപോലെ എലമെൻറ്റ്സ് ഇൻസേർട്ട് ചെയ്ത് അതിൽ n എലമെൻറ്റ്സ് ആവുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി ഇറ്റ് ബിക്കംസ് ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് ആൻഡ് ഓൾസോ ഇറ്റ് സ്പാൻസ് ദ വെക്റ്റർ സ്പേസ്. ദെർഫോർ ഇറ്റ് ബിക്കംസ് എ ബേസിസ് ഫോർ ദ വെക്റ്റർ സ്പേസ്. സോ ഈ റിസൾട്ട് നമ്മൾ ഓർത്തിരിക്കേണ്ടത്, ഒരു ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സെറ്റ് ലഭിച്ചാൽ നമുക്ക് അതിനോടുകൂടി കുറച്ച് എലമെൻറ്റ്സ് കൂടെ കൂട്ടിച്ചേർത്തിട്ട് വെക്റ്റർ സ്പേസിൻ്റെ ഒരു ബേസിസ് ഉണ്ടാക്കിയെടുക്കാനാകും. ഇനി വിയുടെ സ്പാനിങ് സെറ്റായിട്ടുള്ള ഒരു സെറ്റ്, അല്ലെങ്കിൽ നമുക്ക് എസ് എന്ന് പറഞ്ഞ സെറ്റ് നമുക്ക് ലഭിക്കുകയാണെങ്കിൽ ആ സ്പാൻ ചെയ്ത സെറ്റിൽ നിന്ന് കുറച്ച് എലമെൻറ്റ്സ് എടുത്ത് ഒഴിവാക്കിയിട്ട് നമുക്ക് എന്തെങ്കിലും ലഭിക്കാം, വിയുടെ ഒരു ബേസിസ് ഉണ്ടാക്കിയെടുക്കാനാവും. ഫോർ എക്സാമ്പിൾ നമ്മൾ R3 കൺസിഡർ ചെയ്യുകയാണെങ്കിൽ R3യിലുള്ള രണ്ട് വെക്റ്റേഴ്സ് ഞാൻ എടുത്തു, E1 E2. അതായത് 1 0 0 എന്ന വെക്റ്ററും 0 1 0 എന്ന വെക്റ്ററും. ഈ രണ്ട് വെക്റ്റേഴ്സ് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള രണ്ട് വെക്റ്റേഴ്സാണ്. പക്ഷേ ഈ രണ്ട് വെക്റ്റേഴ്സ് മാത്രം ഉപയോഗിച്ചുകൊണ്ട് R3യിലുള്ള എല്ലാ എലമെൻറ്റ്സും നമുക്ക് സ്പാൻ ചെയ്യാനാവില്ല. ഫോർ എക്സാമ്പിൾ എനിക്ക് 0 0 3 എന്ന എലമെൻറ്റ് ലഭിക്കണമെങ്കിൽ that is not a linear combination of these two elements. This cannot be expressed as a linear combination of these two elements. Therefore, this element doesn't belong to the span of the set E1 E2. Therefore, set E1 E2 is not a basis of R3. പക്ഷേ നമുക്ക് എന്ത് ചെയ്യാം, ഈ ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സെറ്റിനോട് കൂടി ഒരു എലമെൻറ്റ് കൂടെ ചേർത്താൽ, ഹിയർ ഇറ്റ് ഇസ് 0 0 1 എന്ന ഒരു എലമെൻറ്റ് കൂടെ ചേർത്താൽ ഇപ്പോഴും ഇത് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണ്. പക്ഷേ ഇപ്പോൾ ഇതെന്ത് സംഭവിച്ചു, R3യുടെ ബേസിസ് ആയിട്ട് മാറി. കാരണം R3യിലുള്ള എല്ലാ എലമെൻറ്റ്സും ഉണ്ടാക്കിയെടുക്കാൻ ഈ 3 എലമെൻറ്റ്സ് മതി. ഇവിടെ നമ്മൾ 0 0 1 എന്ന എലമെൻറ്റ് എങ്ങനെയാണ് ചൂസ് ചെയ്തത്, ഈ രണ്ട് എലമെൻറ്റ്സിൻ്റെ സ്പാനിൽ ഇല്ലാത്ത ഒരു വെക്റ്ററാണ് 0 0 1. ആ എലമെൻറ്റാണ് ഈ സെറ്റിനോട് കൂടി നമ്മൾ കൂട്ടിച്ചേർത്തത്. സോ ഈ 3 എണ്ണം ആയി കഴിഞ്ഞപ്പോൾ R3യുടെ ബേസിസ് നമുക്ക് ലഭിച്ചു. സോ ഒരു ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സെറ്റ് ലഭിച്ചിരുന്നാൽ അതിനോടുകൂടി നമുക്ക് അപ്രോപ്രിയേറ്റ് വെക്റ്റേഴ്സ് കൂട്ടിച്ചേർത്തുകൊണ്ട് വെക്റ്റർ സ്പേസിൻ്റെ ഒരു ബേസിസ് ഉണ്ടാക്കിയെടുക്കാനാകും. അതുപോലെ എഗെയിൻ നമ്മൾ R3 കൺസിഡർ ചെയ്യുന്നു. R3യെ സ്പാൻ ചെയ്യുന്ന ഒരു സെറ്റ് എനിക്ക് ലഭിച്ചു എന്ന് വിചാരിക്കാം. ഫോർ എക്സാമ്പിൾ 1 0 0 0 1 0 0 0 1 1 1 1 4 എലമെൻറ്റ്സ് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഈ 4 എലമെൻറ്റ്സിൻ്റെ ലീനിയർ കോമ്പിനേഷനായിട്ട് R3യിലുള്ള ഏതൊരു വെക്റ്ററിനെയും എനിക്ക് സൂചിപ്പിക്കാം. ഫോർ എക്സാമ്പിൾ ജനറലായിട്ട് ഒരു XYZ എന്ന എലമെൻറ്റിനെ സൂചിപ്പിക്കണമെങ്കിൽ X ഇൻറ്റു 1 0 0 പ്ലസ് Y ഇൻറ്റു 0 1 0 പ്ലസ് Z ഇൻറ്റു 0 0 1 പ്ലസ് 0 ഇൻറ്റു 1 1 1 എന്ന് എഴുതിയാൽ മതിയാവും. പക്ഷേ ഈ 4 എലമെൻറ്റ്സിൻ്റെ സെറ്റ് കൺസിഡർ ചെയ്താൽ ഇത് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് അല്ല. കാരണം ഈ വെക്റ്ററിനെ എനിക്ക് മറ്റു 3 വെക്റ്റേഴ്സിൻ്റെ ലീനിയർ കോമ്പിനേഷനായിട്ട് വേണമെങ്കിൽ എഴുതാം. ദിസ് 1 1 1 is actually 1 into this element plus 1 into this element plus 1 into this element. ഓക്കെ, സോ നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ എലമെൻ്റ് ആണ് മറ്റ് എലമെൻറ്റ്സിനെ ലീനിയർ കോമ്പിനേഷനായിട്ട് എഴുതാൻ പറ്റുന്നതെങ്കിൽ ആ എലമെൻറ്റിനെ ഈ സെറ്റിൽ നിന്ന് നമ്മൾ ഒഴിവാക്കുന്നു. ബാക്കിയുള്ള സെറ്റ് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണെങ്കിൽ അത് R3യുടെ ഒരു ബേസിസ് ആയിട്ട് മാറുന്നു. ഇവിടെ അതാണ് സംഭവിച്ചിട്ടുള്ളത്. ഈ എലമെൻ്റ് എടുത്ത് ഒഴിവാക്കി കഴിഞ്ഞപ്പോൾ ഈ സെറ്റ് എഗെയിൻ R3യെ സ്പാൻ ചെയ്യുന്നുണ്ട്. ഇത് ലീനിയർലി ഇൻഡിപെൻഡൻറ്റുമാണ്, അപ്പോൾ അത് ബേസിസ് ആയിട്ട് മാറി. സോ നമുക്കൊരു സ്പാനിങ് സെറ്റ് ലഭിച്ചിരുന്നാൽ അതിൽ നിന്ന് അപ്രോപ്രിയേറ്റ് എലമെൻറ്റ്സ് എടുത്തു മാറ്റി നമുക്കൊരു ബേസിസ് കൺസ്ട്രക്ട് ചെയ്തെടുക്കാം.
നമുക്കൊരു ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സെറ്റാണ് ലഭിച്ചിട്ടുള്ളതെങ്കിൽ അതിനോടുകൂടി അപ്രോപ്രിയേറ്റ് എലമെൻറ്റ്സ് ആഡ് ചെയ്തുകൊണ്ട് നമുക്കൊരു ബേസിസ് ഉണ്ടാക്കിയെടുക്കാം. വൺ മോർ തിയറം. If W is a subspace of a finite dimensional vector space V, then W is finite dimensional, dimension of W is less than or equal to dimension of V, and W equal to V if and only if dimension of W equal to dimension of V. ഇവിടെ W എന്നത് V എന്ന വെക്റ്റർ സ്പേസിൻ്റെ ഒരു സബ്സ്പേസ് ആണ്. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് വി ഫൈനൈറ്റ് ഡയമെൻഷനിലാണ് എങ്കിൽ ഡബ്ല്യുവും ഫൈനൈറ്റ് ഡയമെൻഷനിലായിരിക്കും. ഏതൊരു ഫൈനൈറ്റ് ഡയമെൻഷണൽ സ്പേസിൻ്റെയും സബ്സ്പേസ് എടുത്തു കഴിഞ്ഞാൽ അതും ഫൈനൈറ്റ് ഡയമെൻഷനിലായിരിക്കും എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. ഇനി ഡബ്ല്യു ഫൈനൈറ്റ് ഡയമെൻഷണൽ അല്ല എന്ന് വിചാരിക്കാം. അതായത് ഡബ്ല്യുവിൻ്റെ ബേസിസിൽ ഇൻഫിനിറ്റ്ലി മെനി എലമെൻറ്റ്സ് ഉണ്ട് എന്ന് വിചാരിക്കാം. Therefore, W contains an infinite ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സെറ്റ്. കാരണം നമ്മൾ പറഞ്ഞത് ഒരു ബേസിസ് എന്ന് പറയുന്നത് മാക്സിമൽ ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സെറ്റാണ്. ഡബ്ല്യുവിൻ്റെ ബേസിസിൽ ഇൻഫിനിറ്റ്ലി മെനി എലമെൻറ്റ്സ് ഉണ്ടെങ്കിൽ ഡബ്ല്യുവിൻ്റെ ഉള്ളിലായി നമുക്ക് ഒരു ഇൻഫിനിറ്റ് ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സെറ്റ് കണ്ടുപിടിക്കാനാകും. പക്ഷേ ഈ ഇൻഫിനിറ്റ് ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സെറ്റ് ഡബ്ല്യുവിലുണ്ടെങ്കിൽ ഡബ്ല്യു വിയുടെ ഒരു സബ്സെറ്റ് ആയതിനാൽ വിയിലും ഈ സെറ്റ് ഉണ്ടാവണം. പക്ഷേ ഇറ്റ് ഇസ് നോട്ട് പോസിബിൾ ബിക്കോസ് വി ഈസ് ഫൈനൈറ്റ് ഡയമെൻഷണൽ. ഇറ്റ് ഇസ് ഗിവൺ ദാറ്റ് വി ഈസ് എ ഫൈനൈറ്റ് ഡയമെൻഷണൽ വെക്റ്റർ സ്പേസ്. സോ വിയിൽ ഒരു ഇൻഫിനിറ്റ് ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സെറ്റ് ഉണ്ടാവാനാവില്ല. Therefore, it is a contradiction. Therefore, W is also finite dimensional. Now we have to show that dimension of W is less than or equal to dimension of V. That is, basis of W contains elements less than, number of elements less than or equal to that of the basis of V. In part A, we showed that W is finite dimensional. So the basis of W contains some finite number of elements. So let the basis be S equal to W1, W2, etc. Wm. സോ ഈ സെറ്റ് ഡബ്ല്യുവിൻ്റെ ബേസിസ് ആണെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഈ സെറ്റ് ലീനിയർലി ഇൻഡിപെൻഡൻറ്റുമാണ്. ഇത് സ്പാൻ ചെയ്താൽ ഡബ്ല്യുവിലുള്ള എല്ലാ എലമെൻസും ലഭിക്കും. ഇനി സ്പാൻ ഓഫ് എസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് വി തന്നെ ലഭിക്കുമെന്ന് വിചാരിക്കാം. ഡബ്ല്യു എന്നത് വിയുടെ ഒരു സബ്സെറ്റാണ്. സോ സ്പാൻ ഓഫ് എസ് ചെയ്താൽ, അതായത് എസ്സിലുള്ള എലമെൻസിൻ്റെ എല്ലാ ലീനിയർ കോമ്പിനേഷനും എഴുതിയാൽ വിയിലുള്ള എല്ലാ എലമെൻസും ലഭിക്കുമെങ്കിൽ ആ കേസിൽ ഈ എസ് എന്ന് പറയുന്നത് വിയുടെ കൂടെ ഒരു ബേസിസ് ആണ്. So the dimension of W and dimension of V are equal in that case. So if dimension of V is also equal to M, then it means that dimension of V equal to dimension of W. ഇനി അങ്ങനെയല്ല, എസ് ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സെറ്റാണ്. ഇത് സ്പാൻ ചെയ്താൽ ഡബ്ല്യുവിലുള്ള എലമെൻറ്റ്സ് എല്ലാം ലഭിക്കും, പക്ഷേ വിയിലുള്ള എല്ലാ എലമെൻറ്റ്സും ലഭിക്കില്ല എന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ഡബ്ല്യുവിലുള്ള ഒരു ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സെറ്റാണ് W1, W2, etc. Wm. ആ ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സെറ്റ് ഡബ്ല്യുവിലുള്ളതിനാൽ അത് എവിടെയും ഉണ്ടാകും, വി എന്ന വെക്റ്റർ സ്പേസിലും ഉണ്ടാകും. തൊട്ട് മുമ്പത്തെ തിയറത്തിൽ നമ്മൾ പറഞ്ഞത് വിയിലുള്ള ഒരു ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സെറ്റ് ലഭിച്ചാൽ അതിനോടൊപ്പം കുറച്ച് എലമെൻസും കൂടെ കൂട്ടിച്ചേർത്ത് നമുക്ക് എന്തുണ്ടാക്കിയെടുക്കാം, വിയുടെ ഒരു ബേസിസ് ഉണ്ടാക്കിയെടുക്കാം എന്നാണ്. സോ ഇഫ് എസ് ഡസൻ സ്പാൻ വി, ദെൻ എസ് ഇസ് എ ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സെറ്റ് ആൻഡ് ഇറ്റ് ക്യാൻ ബി എൻലാർജ്ഡ് ടു എ ബേസിസ് ഓഫ് വി. ഓക്കെ, but this implies that dimension of W is less than dimension of V. S എന്നത് ഡബ്ല്യുവിൻ്റെ ഒരു ബേസിസ് ആണ്. പക്ഷേ അത് സ്പാൻ ചെയ്താൽ വിയിലെ എല്ലാ എലമെൻസും ലഭിക്കുന്നില്ല. പക്ഷേ അതിനോടുകൂടി കുറച്ച് എലമെൻറ്റ്സ് കൂട്ടിച്ചേർത്ത് നമ്മൾ വിയുടെ ബേസിസ് ഉണ്ടാക്കാം. അതായത് ഡയമെൻഷൻ ഓഫ് ഡബ്ല്യു എത്രയാണോ അതിനേക്കാൾ കൂടുതലാണ് ഡയമെൻഷൻ ഓഫ് വി എന്നർത്ഥം. സോ രണ്ട് കേസും കൂടെ കമ്പൈൻ ചെയ്താൽ ഐദർ ഡയമെൻഷൻ ഓഫ് വി ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് ഡബ്ല്യു ഓർ ഡയമെൻഷൻ ഓഫ് ഡബ്ല്യു is strictly less than dimension of v. So in general we have dimension of w is less than or equal to dimension of v. അടുത്ത റിസൾട്ടിൽ പറയുന്നത് w equal to v if and only if both the dimensions are equal. രണ്ട് സെറ്റും ഈക്വൽ ആണ് എങ്കിൽ, അതായത് v equal to w ആണ് എങ്കിൽ രണ്ടും സെയിം സ്പേസുകളാണ്, അതുകൊണ്ട് അവയുടെ ഡയമെൻഷൻസും ഈക്വൽ ആണ്. സോ ആ പാർട്ട് ഒബ്വിയസ് ആണ്. തിരിച്ച് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ഡബ്ല്യു വിയുടെ ഒരു സബ്സ്പേസ് ആവുകയും ഡയമെൻഷൻ ഓഫ് ഡബ്ല്യു ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് വി ആവുകയും ചെയ്താൽ ഡബ്ല്യു ഈക്വൽ ടു വി ആയിരിക്കും. സോ വി അസ്യൂം ദാറ്റ് ഡയമെൻഷൻ ഓഫ് ഡബ്ല്യു ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് വി വേർ ഡബ്ല്യു ഇസ് എ സബ്സ്പേസ് ഓഫ് വി. ഈ രണ്ട് ഡയമെൻഷൻസും ഈക്വൽ ആണ്, അത് എം ആണ് എന്ന് വിചാരിക്കാം. സോ വി ടേക്ക് എ ബേസിസ് ഓഫ് ഡബ്ല്യു വിച്ച് കണ്ടെയ്ൻസ് എം എലമെൻറ്റ്സ്. So S equal to set V W1, W2, etc. Wm. V a basis of W. S വിയുടെ കൂടെ ബേസിസ് ആണ് എങ്കിൽ ഈ റിസൾട്ട് നമുക്ക് എളുപ്പത്തിൽ ലഭിച്ചു. ആൻഡ് ഇഫ് S is not a basis of V, then S is actually linearly independent, but
ഇറ്റ് ഈസ് നോട്ട് എ ബേസിസ് ഓഫ് വി. വിയിലുള്ള കുറച്ച് എലമെൻറ്റ്സ് ആണ് ഈ കാണുന്നത്. അത് ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സെറ്റാണ്, പക്ഷേ വിയുടെ ബേസിസ് അല്ല എങ്കിൽ ഇതിനോടുകൂടി കുറച്ച് എലമെൻറ്റ്സ് കൂട്ടിച്ചേർത്ത് നമുക്ക് വിയുടെ ബേസിസ് ഉണ്ടാക്കിയെടുക്കാം. അതായത് ഡയമെൻഷൻ ഓഫ് ഡബ്ല്യു ഈസ് സ്ട്രിക്ട്ലി ലെസ് ദാൻ ഡയമെൻഷൻ ഓഫ് വി എന്ന് വന്നു. പക്ഷേ ഇത് നമ്മളുടെ ഹൈപ്പോത്തസിസിന് കോൺട്രഡിക്ഷൻ ആണ്. കാരണം നമ്മൾ അസ്യൂം ചെയ്തിട്ടുള്ളത് ഡയമെൻഷൻ ഓഫ് ഡബ്ല്യു ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് വി എന്നാണ്. ദാറ്റ് ഈസ് എസ് ഇസ് നോട്ട് എ ബേസിസ് ഫോർ വി എന്നത് ശരിയല്ല എന്നർത്ഥം. അപ്പോൾ എസ് ഇസ് എ ബേസിസ് ഓഫ് വി ഓൾസോ. രണ്ട് വെക്റ്റർ സ്പേസുകൾക്ക് സെയിം ബേസിസ് ആണുള്ളതെങ്കിൽ ആ രണ്ട് സ്പേസസും ഈക്വൽ ആണ് എന്നർത്ഥം. ദെർഫോർ ഡബ്ല്യു ഈക്വൽ ടു വി. എസ്സിലുള്ള എലമെൻസിൻ്റെ ലീനിയർ കോമ്പിനേഷൻസിൻ്റെ കളക്ഷൻ ആയിട്ടാണ് ഇവിടെ ഡബ്ല്യുവും വിയും വരുന്നത്. സോ ദേ ആർ ഈക്വൽ സ്പേസസ്.